Hello everyone. Cost of inaction. Costs associated with inaction. എന്ന് പറഞ്ഞാല് ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് പറയുക, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്നതുപോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതേസമയം ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആകത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ മെഡിറ്റേഷൻ റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിൽ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ അഫർമേഷൻസ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരിതം പറഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ പറയാം, നിങ്ങൾ മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ശരിക്കും ചെയ്യേണ്ടതാണ്, നിങ്ങളത് ചെയ്യണം, മനസ്സിലാകത്തില്ല. അതേസമയം ഞാൻ പറയുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന്റെ മുകളിലുള്ള കൺട്രോൾ കുറയുകയും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ബിസിനസ് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, ആരോഗ്യത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ വേണം നമ്മൾ പറയാനായിട്ട്. കോസ്റ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇനാക്ഷൻ, എന്തെല്ലാം നഷ്ടങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് ഇത്രയും നാളായിട്ട് എന്തെല്ലാം നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചു, ഇത്ര കാലയളവിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടം, ഇങ്ങനെ പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മേഖലയിൽ നിങ്ങളെ ക്ലയൻസിനോട് അല്ല നിങ്ങളെ കസ്റ്റമേഴ്സിനോട് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ പറയുമ്പം അവർക്കത് വ്യക്തതയാവും, അല്ലെങ്കിൽ അത് വ്യക്തത കിട്ടത്തില്ല. ഇനി നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരിതം വരച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.